ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ ഹരണ രീതികൾ ഡിവിഷൻ മെത്തേഡ്സ് എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 50 പ്രവർത്തനങ്ങളുമായിട്ടാണ്. ഈ വീഡിയോ ലെങ്ത് കൂടുന്നില്ല എങ്കിൽ 4ഉം 5ഉം പ്രവർത്തനങ്ങൾ ഞാൻ ഒരുമിച്ചിടാം. അഥവാ ലെങ്ത് കൂടുകയാണെങ്കിൽ 4 മാത്രം ചെയ്തിട്ട് 5 മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ ചോദ്യം കാണുമ്പോൾ ഉത്തരം എഴുതാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പിടികിട്ടാനുണ്ട്. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വേണം പോവാൻ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ പ്രവർത്തനമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ആസ് സർട്ടൻ ടൈംസ് 9 ആൻഡ് എ റിമൈൻഡർ. അതായത് ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതാനാണ്. മടങ്ങും മിച്ചവുമായി എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതിൽ നിന്ന് രസകരമായ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. നമ്പർ ചാർട്ടുമായി എഴുതാൻ പറ്റുന്ന 2 ചാർട്ടിൽ എഴുതാൻ പറ്റുന്ന ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത കാര്യങ്ങൾ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യനിലുണ്ട്. നിങ്ങൾ അതൊന്ന് കൃത്യമായി കണ്ടുപഠിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യത്തത് 4 പറഞ്ഞിരിക്കുന്നത് 11നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എഴുതണം. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. 9ന്റെ 1 മടങ്ങിനോട് 2 കൂട്ടിയത് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം 9 × 1 കൂട്ടണം 2. ഒരു 9, 9ഉം 2ഉം 11. പക്ഷേ 111 വരുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ആ എഴുതി നോക്കുമ്പോ അതിൽ നിന്ന് ചില ട്രിക്കുകളും കിട്ടും. നമുക്കൊന്ന് നോക്കാം. 111 ഞാനിവിടെ എഴുതാണ്. 111നെ 9ന്റെ മടങ്ങും മിച്ചവുമായിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 9നെ 11 കൊണ്ട് ഗുണിച്ചാൽ 99. നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ 9നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 11 എടുക്കാം. അങ്ങനെയാണെങ്കിൽ 9ന്റെ 11 മടങ്ങ് എത്രയാണ് വരുന്നത്? 99. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 111ൽ നിന്ന് 99 കുറയ്ക്കണം. കുറച്ചൊരു ഇടങ്ങാണ്. പക്ഷെ അതിനേക്കാൾ എളുപ്പ വഴി 99നോട് 1 കൂട്ടുക. അപ്പൊ എത്രയായി? 100. 111ൽ നിന്ന് 100 കുറയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എത്ര കിട്ടും? 11. എന്നിട്ട് എന്ത് ചെയ്യണം? 1 കൂട്ടണം. 11ഉം 1ഉം എത്രയാണ്? 12. ഇത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞത് തരുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഞാൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. 9ഉം 2ഉം 11, ശിഷ്ട 1, 9, 10, 1, 11. ഈ രീതിയിൽ ഇതാക്കി മറ്റു നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്കറിയാം, ഇവിടെ 1 ഒറ്റ പ്രാവശ്യം പോകുള്ളൂ അല്ലെ? അപ്പൊ 9ന്റെ 1 മടങ്ങാണ് വരിക 9. ബാക്കി എത്രയാ വരിക? 3. അപ്പൊ നമുക്ക് ഇതിനെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതിയാൽ ഇവിടെ 2 1 11 വന്നു. ഇവിടെ വന്നപ്പോ 1 ഈ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എങ്കിൽ അടുത്തതും കൂടെ പറയുമ്പോൾ ഒരു ട്രിക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, 11ഉം 1ഉം 12. അപ്പൊ 9ന്റെ 12 മടങ്ങിനോട് എന്ത് ചെയ്യണം? 3 കൂട്ടിയത്. നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. 9ന്റെ 12 മടങ്ങിനോട് 3 കൂട്ടിയതാണ് എന്ത്? 111 എന്ന് പറയുന്നത്. അങ്ങനെയായാൽ അടുത്തത് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുമോ? എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ ഒന്ന് എഴുതി നോക്കിയാലോ? എന്നിട്ട് നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. ഞാൻ ഊഹിച്ചെഴുതാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതും 9 ഗുണിക്കണം. ഇവിടെ നമ്മള് 12 ആയിരുന്നു അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എഴുതും 123 കൂട്ടണം 4. ശരിയാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1111നെ നമുക്ക് 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1111നെ 9ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാം. അപ്പൊ നമുക്കറിയാം ഇവിടെ 1111. അപ്പൊ നമുക്ക് 999 ഏറ്റവും അടുത്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 3 1 111 എടുത്തു. അപ്പൊ ഇവിടെ 999. ഇതിൽ നിന്നത് മൈനസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എങ്ങനെയാണ്?
1000 അങ്ങോട്ട് കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടുക. ഇതിൽ നിന്ന് 1000 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 111 കിട്ടുക. അപ്പൊ അതിനോട് കൂടെ 1 കൂട്ടുക, അപ്പൊ 112. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ 9ന്റെ 111 മടങ്ങ്. ഓക്കെ ആയല്ലോ. ഇനി നമുക്കറിയാം 112 11 പ്രാവശ്യം പോകും. 9ന്റെ 11 മടങ്ങ്. 11 മടങ്ങ് എത്രയാ വരിക? 99. നമുക്കറിയാം 112 നിന്ന് 100 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12. 1 കൂട്ടുക, അപ്പൊ എത്ര വന്നു? 13. ഇനി നമുക്ക് കിട്ടും 9നെ എന്ത് ചെയ്യാണ്? ഒരു പ്രാവശ്യം, അതായത് 9ന്റെ 1 മടങ്ങ്, 1 9 9. ബാക്കി എത്രയാണ് വരിക? 4 ആണ് വരുന്നത്. ഇവിടെ എത്രയാ വരുന്നത്? 4. ഇവിടെ നോക്കൂ, 111 11 122, 122 1 എത്രയാ വരുന്നത്? 123. അതായത് 9ന്റെ 123 മടങ്ങിനോട് 4 കൂട്ടിയത്. അപ്പൊ ഞാൻ ഗസ് ചെയ്ത് എഴുതി, അതെന്താണ്? കറക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ആദ്യം 11, 3 1 111 വന്നപ്പം ഓരോന്ന് കുറച്ച് 11 കൊണ്ടാണ് ആദ്യം നമ്മൾ എടുത്തത്. ഇവിടെ 4 1 1111 വന്നപ്പോൾ ഓരോന്ന് കുറച്ച് 111. പിന്നെ ഇവിടെ 2 1 വന്നു, 1 1 താഴേക്ക് വന്നു. ഇവിടെ 3 1 വന്നു, 2 1 വന്നു, 1 1 വന്നു. നോക്കൂ, അപ്പൊ 1 100ന്റെ സ്ഥാനത്ത് 1, 10ന്റെ സ്ഥാനത്ത് 2, ഒറ്റയുടെ സ്ഥാനത്ത് 3, 123. ഇനി മിച്ചം നോക്കൂ, ആദ്യത്തെ 2 ആയിരുന്നു മിച്ചം, അടുത്തതിലെ 3 ആയിരുന്നു. 1111 വന്നപ്പോൾ 4 ആയി മിച്ചം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്കൊന്ന് ചെയ്യാൻ ശ്രമിച്ചാലോ? Can you guess how 11,111 written like this? Check your guess by actual division. അതായത് 11,111നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാം? ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, നമുക്ക് ഊഹിച്ച് നോക്കാം. ഞാനൊന്ന് ഊഹിക്കാൻ പോവാണ്, നിങ്ങളൊന്ന് ഊഹിക്കുക. ഇവിടെ എന്ത് കിട്ടും? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതാൻ പോവാണ് 9ന്റെ നോക്കാം 1234 മടങ്ങിനോട് 5 കൂട്ടിയത്. 9ന്റെ 1234 മടങ്ങിനോട് 5 കൂട്ടിയതാണ് വരിക. നമുക്കൊന്ന് ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കണം. വെറുതെ ഉത്തരം എഴുതി പോയിട്ട് കാര്യമില്ല. ഊഹം ശരിയാണെന്ന് കൃത്യമായി അവിടെ എഴുതി വെക്കണം, എങ്കിലേ നിങ്ങൾക്ക് മാർക്കും കിട്ടുള്ളൂ. ഇവിടെ നോക്കാം, 11,111. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ 5 1 വരുമ്പോ ഇവിടെ 4 1 1111 വരിക. അതായത് 9ന്റെ 1111 മടങ്ങ് 9,999. ഇനി 11,111 നിന്ന് 9,999 കുറയ്ക്കാൻ 9,999 കൂടെ 1 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി നമുക്ക് എത്രയാണ് കിട്ടുക? 1111 കിട്ടും. അതിനോടുകൂടെ 1 കൂട്ടുക, 1112. ഓക്കെ ആയോ? ഇനി ചെയ്യേണ്ടത് ഈ 4 1ൽ നിന്ന് 1 1 മാറ്റിക്കളയുക. 111 വരിക. 111 ഇൻറ്റു 9, അതായത് 9ന്റെ 111 മടങ്ങ് 999. ഇത് കുറയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ നിന്ന് 1000 കുറയ്ക്കുക, 1 കൂട്ടുക. അപ്പൊ 1000 കുറയ്ക്കുമ്പോൾ 112 കിട്ടുക. 1 കൂട്ടുമ്പോൾ 113. ഓക്കെ ആയോ? ഇനി നമുക്ക് എന്തെടുക്കാം? 9ന്റെ 11 മടങ്ങ് എടുക്കാം. അപ്പൊ ഇവിടെ 4 ഉണ്ടായിരുന്നു, അടുത്ത സ്റ്റെപ്പിൽ 3 ഒന്നായി, അടുത്ത സ്റ്റെപ്പിൽ 2 ഒന്നായി. അപ്പൊ 99 ആണ് വരിക. അപ്പൊ ഇവിടെ എത്രയാണ്?
113 നിന്ന് 100 കുറയ്ക്കുക 13, 13നോട് 1 കൂട്ടുക 14. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 1 വരെ എത്തി. അപ്പോ ഓരോ 1 വരെ എത്തണം. അപ്പൊ എന്ത് ചെയ്യാ? അടുത്തത് 1, 9ന്റെ 1 മടങ്ങ് 9. ബാക്കി എത്രയാ വരിക? മിച്ചം 5. മിച്ചം എത്രയാ വരിക? 5. ഇനി നമുക്കറിയാം ഇവിടെ 4 ഒന്നുകൾ വന്നു അല്ലേ? പിന്നെ 3 1, 2 1, 1 1. അപ്പൊ ഒറ്റയുടെ സ്ഥാനം 4 വന്നു, 10ന്റെ സ്ഥാനം 3 വന്നു, പിന്നെ 100ന്റെ സ്ഥാനം 2 വന്നു, 1000ത്തിന്റെ സ്ഥാനം 1 വന്നു. 1234. മിച്ചം എത്രയായി? 5. മറ്റൊരു ട്രിക്കും കൂടെ ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, രഹസ്യമായി ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവിടെ 5 ഒന്ന് വരുമ്പോ മിച്ചം 5 വരും. ഈ 5ൽ നിന്ന് 1 കുറവായിരിക്കും ഇവിടെ വരും. അതായത് കൃത്യം 1 2 3 4 വരെ വരും. ഇവിടെ 5 വരുമ്പോ ഇവിടെ 1 2 3 4 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തതൊന്ന് ഗസ് ചെയ്ത് എഴുതാം. നമുക്ക് ആ പാറ്റേൺ എഴുതാനുണ്ട്, എങ്കിലും നമുക്കൊന്ന് എഴുതി നോക്കാം. 1,11,111. അതായത് എത്ര ഒന്നാണ് വരിക? 6 1. അപ്പൊ നമുക്ക് എഴുതാം 9ന്റെ 6 1 വരുമ്പോൾ മിച്ചം 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ? മിച്ചം എത്രയായിരിക്കും? 6. അപ്പൊ നമുക്ക് എവിടെ വരെ എഴുതാം? 1 2 3 4 5. 9ന്റെ 12,345 മടങ്ങിനോട് എത്ര കൂട്ടിയത്? 6 കൂട്ടിയത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തതില് ആ പാറ്റേൺ, അതായത് ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം ഒന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്രമം എഴുതാൻ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് അതൊന്ന് എഴുതി കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത് വീഡിയോ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, വളരെ ഈസിയായി മനസ്സിലാക്കാം. ഇതേപോലെയുള്ള പാറ്റേണുകൾ സ്വയം കണ്ടെത്തുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ? നോക്കാം, നമ്മൾ ഈ പഠിച്ചതാണ് കൃത്യമായി നല്ലൊരു നമ്പർ പാറ്റേൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതേ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി അറിയാം. ഇവിടെ 1 2 1 3 1 4 1 5 1 അങ്ങനെ കൂടി വരുന്നു. ഇവിടെ 1 2 3 4 5 6 7 8 9 1 കൂടി വരുന്നു. ഇവിടെ ആവുമ്പോ 1 കുറയാ അല്ലെ? 0 1 1 2 1 2 3 അങ്ങനെ വരുന്നു. ഇതേ സാധനം ഒരു നമ്പർ ചാർട്ടായിട്ട് നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഈ 1നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എഴുതിയതാണ്, ഈ 2നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എഴുതുമ്പോ എങ്ങനെ കിട്ടും? ഇനി തന്നെയല്ല അതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇത് നല്ല അടിപൊളി കിടിലൻ നമ്പർ ചാർട്ടായി. ഇതിനോടനുബന്ധിച്ച് അടുത്ത ഒരു നമ്പർ ചാർട്ടിനുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതെന്താണ്? നമ്പർ ചാർട്ടായി മാറി. അല്ലാതെ വെറുതെ ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താന്ന് നിങ്ങൾക്കും അറിയില്ല, ഇത് നോക്കുന്ന ജഡ്ജസിന് പറഞ്ഞു കൊടുക്കാനും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അപ്പൊ നമുക്ക് അതിന് വലിയ വാല്യൂ കിട്ടില്ല. പക്ഷെ ഈ രീതിയിൽ ഇപ്പൊ കുറച്ചു മുന്നേ ഞാനത് എങ്ങനെ വരുന്നു എന്ന് അവതരിപ്പിച്ചു. 11,111നെ 9ന്റെ മടങ്ങും മിച്ചവുമായി നമ്മൾ ആദ്യം ഗസ് ചെയ്തത് ഊഹം ശരിയാണോ എന്ന് അറിയാൻ ചെയ്തു നോക്കി. അപ്പൊ അതിൽ ആ കുറഞ്ഞു വരുന്ന കാര്യങ്ങള്, പിന്നെ നമ്മൾ 99 കുറയ്ക്കുന്നതിന് പകരം 100 എന്ത് ചെയ്യാം? 1 കൂട്ടി 100 കുറയ്ക്കുക. 100 കുറയ്ക്കുമ്പോ പിന്നെ അവസാനം ആ കുറച്ച് കിട്ടിയതിനോടുകൂടെ എന്ത് ചെയ്യണം? 1 കൂട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യണം, പറഞ്ഞു കൊടുക്കാനും അറിയണം. അപ്പൊ ഇതൊരു കിടിലൻ നമ്പർ ചാർട്ടായി. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് പസിലും അതേപോലെ നമ്പർ ചാർട്ടും മറ്റ് സ്റ്റിൽ മോഡലും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതിനു വേണ്ടി തല പുകഞ്ഞ് അതിന്റെ പുറകെ ഇരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ അടുത്ത ചോദ്യം ഞാൻ അടുത്ത പാർട്ടായിട്ടില്ല. അതോടുകൂടെ നമുക്ക് പേജ് നമ്പർ 50ലെ പ്രവർത്തനങ്ങളൊക്കെ തീരും. അപ്പൊ താമസിക്കണ്ട, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ, ബൈ.